സിക്സ്ത് മാത്തിലെ ചാപ്റ്റർ 2 വൺ ഫ്രാക്ഷൻ മെനി ഫോംസ് ഉള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ പേജ് നമ്പർ 25 മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഫോർ ഈച്ച് ഓഫ് ദ പെയർ ഓഫ് ഫ്രാക്ഷൻ ബിലോ ഫൈൻഡ് 3 ഫോംസ് വിത്ത് സെയിം ഡിനോമിനേറ്റർ. അതായത് താഴെ തന്ന സംഖ്യാ ജോഡികളുടെ ഒരേ ഡിനോമിനേറ്റർ ഒരേ ഛേദമുള്ള രൂപം 3 രൂപം കണക്കാക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1/2 1/3. അപ്പോൾ അതിൽ 1 1/2 1/3. അപ്പോൾ അതായത് 1/2 മാത്രമാണെങ്കിൽ നമുക്കറിയാൻ പറ്റുമല്ലേ, എന്താണ് 1നെ 2 ഗുണിക്കുക, അപ്പോൾ 2നെ 2 ഗുണിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് 2 ഉണ്ട്. അപ്പോൾ അതായത് ഇതൊരു പെയറാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യാം? ആദ്യം നമ്മൾ ഇതിൻ്റെ താഴെ ഡിനോമിനേറ്ററിലെ സംഖ്യ നോക്കുക കേട്ടോ. അതായത് ഡിനോമിനേറ്ററിൽ 1/2 അതിൽ 2 ആണ്. അപ്പോൾ 2വിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി കൊടുക്കുക കേട്ടോ. 2ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് വരിക? 2 4 6 8 അതുപോലെ. അതേപോലെ 1/3ൽ 3 ആണ് ഡിനോമിനേറ്ററിൽ. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് എഴുതി കൊടുക്കുക. 3 6 9 12 ഇങ്ങനെ പോകും. രണ്ടിലും സെയിം ആയതുണ്ടോ നോക്കുക. അപ്പോൾ രണ്ടിലും സെയിം ആയത് 6 ആണല്ലേ, 6 ഇതിലുണ്ട് 6. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ എന്ത് വരണം? 6 വരണം. അതായത് 1/2 ഇതിനെ നമ്മൾ എന്താണ്, അതായത് ഇതിനെ 6ലേക്കാണ് മാറ്റേണ്ടത്, മനസ്സിലായി? അപ്പോൾ ഇവിടെ 6 ആണ് വരിക. അപ്പോൾ ഈ 2 എന്ന് പറഞ്ഞ നമ്പറിന് ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത്? 2 × 3 ആണ് 6 അല്ലേ. അതായത് 2 × 3 ആണ് 6. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഗുണിച്ച സംഖ്യ 3 ആണ്. 2 × 3 6. അങ്ങനെയാണെങ്കിൽ ഈ നമ്പറിനെ നമ്മൾ ഏതായിട്ട് ഗുണിക്കണം? 3 കൊണ്ട്. അതായത് ഈ ന്യൂമറേറ്ററിനെ, ഇത് 1 എന്നുള്ള ന്യൂമറേറ്ററിനെ നമ്മൾ 3 ആയിട്ട് ഗുണിക്കണം. 1 × 3 3. അപ്പോൾ ഇവിടെ 1 × 3 അപ്പോൾ ഇവിടെ എന്ത് വരും? 3/6. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതിയത് മൊത്തത്തിൽ ഡൗട്ടാവും ഉദ്ദേശിച്ച് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ. അതിനെല്ലാം ഈ ഭാഗത്തേക്കാണ് എഴുതുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ എഴുതി നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ 3/6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 1/3 ആണ്. 1/3 നമുക്ക് എന്തിലേക്ക് തന്നെയാണ്? 6 ആണ് ഡിനോമിനേറ്റർ വരിക. അപ്പോൾ 6 എഴുതി. പിന്നെ ഏത് നമ്പറിനെ 3നെ ഏത് നമ്പറായിട്ട് ഗുണിച്ചപ്പോഴാണ് 6 നമ്പർ കിട്ടിയത്? 3 × 2 ആണല്ലേ. 3 × 2 ആണ് 6. അങ്ങനെയാണെങ്കിൽ ഈ 1ന് നമ്മൾ എന്തായിട്ട് ഗുണിക്കണം? ഏത് നമ്പറായിട്ട് ഗുണിച്ചിട്ടാണ്? 2. അപ്പോൾ 2ആയിട്ട് ഗുണിച്ചിട്ട് ഇതിന് ഗുണിക്കുക കേട്ടോ. 1 × 2 2. അപ്പോൾ 2/6. അപ്പോൾ 2/6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പെയർ കിട്ടി. എന്താണ്? 3/6 2/6. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. ഇതിനൊക്കെ നമുക്ക് 2ആയിട്ട് ഗുണിക്കാം. 3/6 അതെടുക്കുക. 3 × 2 എന്താണ്? 6 × 2 6. നെക്സ്റ്റ് 2/6 എടുക്കാം. ഇനി എന്ത് ചെയ്യാം? 2 × ഇവിടെ ഗുണിച്ചത് 2 2/6 × 2. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പെയർ കിട്ടി. എന്താണ്? ഇങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ. 6 ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ 2 പേഴ്സ് കിട്ടിയില്ലേ. ഇനി ഒരെണ്ണം കൂടി വേണം. അപ്പോൾ വീണ്ടും ഇതിൻ്റെ എടുക്കുക. 3/6. ഇനി 2ആയിട്ട് ഗുണിച്ചു നമ്മൾ. ഇനി 3ആയിട്ട് ഗുണിക്കുക. 3 × 3 6 × 3 3 9 6 3 18. ഇനി 2/6 2/6. അപ്പോൾ 2 × 3 6 × 3. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പെയർ കിട്ടി 9 18 6/18. അപ്പോൾ ആദ്യം കിട്ടിയത് ഇതാണ് 1, പിന്നെ 2, ഇതാ 3 കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ താഴേക്ക് എടുത്ത് എഴുതി കൊടുക്കാം.
അപ്പോൾ 3 പെയറാണ് ചോദിച്ചത്. ഇതാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതി കൊടുക്കാം കേട്ടോ. ആ 3 അതേപോലെ എഴുതി കൊടുക്കുക. 1 2 3 പെയർസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ നോക്കിയിട്ട് ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതി കൊടുത്താൽ മതി. അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3-ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 1/2 1/4. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം 2ൻ്റെ മൾട്ടിപ്പിൾസ് ചെയ്ത് 2 4 6 8 പിന്നെ 4ൻ്റെ അപ്പോൾ 2-ൽ സെയിം ആയത് വന്നത് നോക്കുക കേട്ടോ. അപ്പോൾ എത്രയാണ് 4 അല്ലേ. 4 ഇതിൽ വന്നിട്ടുണ്ട്, 4 ഇതിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിനോമിനേറ്റർ എന്ത് വരണം? 4 വരണം. അപ്പോൾ 1/2 എന്നുള്ളത്, അതായത് ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ത് വരണമെന്ന് മനസ്സിലായി. 2-ലും സെയിം വന്ന നമ്പർ ഏതാണോ അതാണ് വരേണ്ടത്, 4. അപ്പോൾ അതായത് ഈ 2 ഏത് നമ്പറായിട്ട് ഗുണിച്ചപ്പോഴാണ് നമുക്ക് 4 കിട്ടിയത്? 2 × 2 ആണ് എന്ത്? 4. അപ്പോൾ നമുക്ക് 2 × 2 4. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂമറേറ്ററിനായ 1-നെ നമ്മൾ എന്തായിട്ട് ഗുണിക്കുക? 2 ഗുണിക്കുക. 1 × 2 2 2/4. ഇനി നെക്സ്റ്റ് ഇത് 1/4 തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇത് നമുക്ക് അതിനെ ഡിനോമിനേറ്റർ അതാക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് ഇനി ഡൗട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞുതരാം. 1/4. ഇനി ഇത് ചെയ്തില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല, പറയാം. അതായത് 1/4 അല്ലേ. ഈ 4 അതായത് നമുക്ക് ഡിനോമിനേറ്ററിലും എന്ത് തന്നെ വരണം? 4 തന്നെ വരണം. അപ്പോൾ 4 എഴുതി. ഈ 4-നെ ഏതായിട്ട് ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? 4 കിട്ടുക. 1 അതായത് 4 × 1 ചെയ്താൽ മാത്രമേ 4 കിട്ടുക. അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യുന്ന സംഖ്യ 1. അപ്പോൾ ഈ 1 അതായത് ഈ ന്യൂമറേറ്ററിനെ എന്തായിട്ട് ഗുണിക്കുക? 1 × ഇവിടെ ഗുണിച്ച സംഖ്യ 1, അതേ നമ്പർ കൊണ്ട് ഗുണിക്കുക. 1 × 1 1. ഇവിടെ എന്തെല്ലാം കിട്ടുക? 1/4 കണ്ടോ? 1/4. ഇപ്പോൾ ചെയ്ത് നോക്കണ്ട ഇങ്ങനെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ആണെങ്കിൽ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ 1/4 തന്നെ കിട്ടും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഒരു പെയർ കിട്ടിയില്ലേ, അതായത് സെയിം ഡിനോമിനേറ്റർ ആയിട്ടുള്ള ഒരു പെയർ 2/4 പിന്നെ 1/4 ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ആദ്യം 2 ഗുണിക്കുക ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ, അതേപോലെ ഇതിനെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 2 ഗുണിക്കുക അല്ലേ. പിന്നെ 3 അങ്ങനെ ഗുണിക്കുക. അപ്പോൾ നമുക്ക് 2/4 എടുക്കാം. അതായത് 2 × 2/4 × 2 2 4 4 2 8. നെക്സ്റ്റ് 1/4 എടുക്കാം. 1/4 അതിന് നമ്മൾ 2 ഗുണിക്കുക. 1 × 2 4 × 2 എന്ത് കിട്ടി? 2/8. അപ്പോൾ നമുക്ക് അടുത്ത പെയർ കിട്ടി 4/8 2/8. കണ്ടോ? ഡിനോമിനേറ്റർ എന്തായി? സെയിം ആയി. ഇനി നെക്സ്റ്റ് ഒരെണ്ണം കൂടി കണ്ടുപിടിക്കുക. അപ്പോൾ 1 2 ഇനി ഒരെണ്ണം കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതന്നെ എടുക്കുക. 2/4 = അപ്പോൾ 2 ഗുണിച്ച് കഴിഞ്ഞ് ഇനി 3 ഗുണിക്കുക. 2 × 3 4 × 3. ഇനിയോ 1/4 അല്ലേ. 1/4 = 1 × 3 4 × 3 3/12. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇവിടെ സെയിം ആയി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കിട്ടി നമുക്ക് അതാ ആദ്യത്തത് 1 2 3. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തേക്ക് മാറ്റി ഒരുപോലെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ഒന്നാമത്തെ പെയർ, രണ്ടാമത്തെ പെയർ, മൂന്നാമത്തെ പെയർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഇട്ട് എഴുതണമെന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്പർ ഇല്ലാണ്ട് എഴുതാം. ഈ നമ്പറൊന്നും ഇതിൽ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ 1 2 3 എന്ന് എഴുതിയതാണേ. അപ്പോൾ 3-ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് 1/3 1/4. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ട ആദ്യം ചെയ്യുന്നത് ഇതിൻ്റെ ആദ്യം തന്നതിൻ്റെ ഡിനോമിനേറ്ററിലത്തെ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ചെയ്താൽ 3
പിന്നെ 4ൻ്റെ എഴുതുക. പിന്നെ അടുത്ത് 4 ഡിനോമിനേറ്ററിൽ. രണ്ടിലും സെയിം ആയത് വന്നതുണ്ടോ നോക്കുക. അപ്പോൾ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇനി 12 ആണ് നമുക്ക് എന്ത് വരേണ്ടത്, ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ വരേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൽ നിന്ന് കേട്ടോ. അപ്പോൾ 1/3 എഴുതി. ഇനി എന്ത് എഴുതാം, ഇനി ഈ 3നെ ഏത് നമ്പറായിട്ട് ഗുണിച്ചപ്പോഴാണ് നമുക്കിവിടെ 12 എന്നുള്ള നമ്പർ കിട്ടിയത്? 3 × 4 എന്ത് 12 അല്ലേ. അതായത് 3നെ × 4 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടുക? 12. അങ്ങനെയാണെങ്കിൽ ഈ 1നെ നമ്മൾ എന്ത് നമ്പറായിട്ട് തന്നെ ഗുണിക്കുക, ഏതാണോ ഇവിടെ ഗുണിച്ച നമ്പർ അതോടെ തന്നെ ഇൻറ്റു ചെയ്യട്ടോ. 1 × 4. അപ്പോൾ 4 ഇവിടെ × 4 ആണ്. ഇവിടെ 4. പിന്നെ അതേപോലെ 1/4 എടുക്കുക. 1/4 ഇതിൽ നമുക്കിവിടെ എന്ത് വരണം? 12 വരണം എന്നറിയാം. അപ്പോൾ ഈ 4നെ ഏത് നമ്പറായിട്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 12 കിട്ടും? × 3 ആണല്ലേ. 4 × 3 ആണ് 12. അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററായ 1നെ നമ്മൾ എന്തിട്ട് × 3 ചെയ്യട്ടോ. 1 × 3 3. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 3. ഇനി ഈ 2 അതായത് ഒരു 1 പെയർ കിട്ടിയില്ലേ, അത് കഴിഞ്ഞ് നമ്മൾ എന്താണോ മുന്നേക്ക് ചെയ്തത് അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 4/12 3/12. അതായത് ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി നമുക്ക് ഇതിനെ ആദ്യം 2 ഗുണിക്കാം. 4/12 എടുക്കാം. ഇത് 4 × 2 12 × 2 12 × 2 24. ഇനി 3/12 എടുക്കാം. അപ്പോൾ 3/12 അപ്പോൾ 3 × 2 12 × 2 3 അപ്പോൾ നെക്സ്റ്റ് എന്തായി? ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള ഒരു പെയർ കിട്ടി. 8/. ഇനി ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതന്നെ എടുക്കുക. 4/12 4 2 ഇൻറ്റു ചെയ്തു. ഇനി നമ്മൾ 3 ഗുണിക്കുക കേട്ടോ. 12 × 3 4 3 12 2 × 3 3 2 6 1 3 36. നെക്സ്റ്റ് 3/12 അല്ലേ. 3 ഇതിന് നമ്മൾ 3 ഗുണിക്കുക. 12 × 3 നമുക്ക് 3 9 36. അപ്പോൾ നെക്സ്റ്റ് ഇതാണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് നേരെ എഴുതി കൊടുക്കണം. സ്പേസ് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ താഴെ എഴുതിയതേലോ 12/. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ച പേര് 1 ഇത് 2 3. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചതെല്ലാം അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഓരോന്നായിട്ട് എഴുതുക. ഇവിടെ സ്പേസ് ഇല്ല, ഇതൊരു കുഞ്ഞു ബോർഡാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരുമിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലെല്ലാം കൂടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഓരോന്നായിട്ട് എഴുതാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ അതിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഡസ് 1/3 ഹാവ് അനദർ ഫോം വിത്ത് ഡിനോമിനേറ്റർ 10 100 1000 ഗിവ് റീസൺ എന്നാണ് ചോദ്യം. അതായത് 1/3ക്ക് 10 100 1000 എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഡിനോമിനേറ്റർ അതായത് ഛേദം ആയ രൂപമുണ്ടോ, കാരണം എഴുതുക ആണ് കേട്ടോ. 1/3 ആണ്. അപ്പോൾ 1/3 നമുക്കിവിടെ എന്ത് കിട്ടണം? ഡിനോമിനേറ്ററിൽ 10 കിട്ടണം. ആദ്യം 10 നോക്കാം. 10 കിട്ടണം. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ 1/5 എന്നാണ് വിചാരിക്കുക.
നമുക്കിവിടെ 10 ആണ് ഇതിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ഇൻറ്റു 2 ചെയ്താൽ 10 ആണ് അല്ലേ. അപ്പോൾ ഇൻറ്റു 2 ചെയ്യാം. ഇവിടെ നമുക്കിവിടെ 5 ഇൻറ്റു 2 10 അങ്ങനെ ചെയ്യും. ഒന്നിന് നമുക്ക് എന്തായിട്ട് ഗുണിച്ചാൽ മതി, ഇൻറ്റു 2 ചെയ്താൽ മതി. 1 ഇൻറ്റു 2 2. അതായത് ഇതിനെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, 2/10 എന്ന് എഴുതാം. അതുപോലെ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വേറെ ഏത് നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1/3 ഈ 3നെ ഏതെങ്കിലും നമ്പറായിട്ട് ഗുണിച്ച് നമുക്ക് 10 കിട്ടുമോ? അതായത് 3ൻ്റെ ടേബിൾ എന്ന് പറയുന്നതിൽ ഈ 5ൻ്റെ ടേബിളിൽ എന്ത് വരുന്നുണ്ട്, 10 വരുന്നുണ്ട്. അതുപോലെ 3ൻ്റെ ടേബിളിൽ വരുമോ? 3, 6, 9, 12 അല്ലേ. ഇത് വരുന്നുണ്ടോ? ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ, ഇതിലേക്ക് മാറ്റാൻ പറ്റുമോ? ഡിനോമിനേറ്റർ 1/3ക്ക് 10 ഡിനോമിനേറ്ററായിട്ട് നമുക്കൊരു ഫോം എഴുതാൻ കഴിയൂല കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ റീസൺ, അതിൻ്റെ കാരണം എഴുതാൻ പറ്റുന്നുണ്ട്. എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല. അപ്പോൾ നോന്ന് എഴുതാം. 10 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ. അതായത് ഈ 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഈ 10? അല്ല, അതുകൊണ്ട് ഇത് എഴുതാൻ പറ്റില്ല എന്നാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് 100 നോക്കാം. 1/3 നമുക്ക് എന്തിലേക്ക് മാറ്റണം, അതായത് ഡിനോമിനേറ്റർ 100 വരണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ 3ൻ്റെ ടേബിൾ എഴുതുമ്പോൾ അതിൽ 3ൻ്റെ ഗുണിതമായിരിക്കും, 3ൻ്റെ മൾട്ടിപ്പിൾ ആണോ 100 നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 100നെ 3 ഹരിച്ച് നോക്കാം. അതായത് പെർഫെക്റ്റ് ആയിട്ട് ഹരിക്കാൻ പറ്റിയാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതല്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് 33 ഇൻറ്റു 3 99 അപ്പോൾ ഇനി 34 ഇൻറ്റു 3 4 3 12 3 9 10 100 വരുന്നില്ല, 102 ആണല്ലേ. അപ്പോൾ ഇതെന്തല്ല, ഇത് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഇതന്നെ എഴുതാനോ 100 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 3 എന്നാണ് കേട്ടോ. അപ്പോൾ 100ന് നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് നോ 100 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 3, അതായത് എഴുതാൻ കഴിയൂല എന്നാണ് കേട്ടോ. അപ്പോൾ 1/3നെ 100ലേക്ക് 1000ലേക്ക് ആണ് ഡിനോമിനേറ്ററിൽ ഇതാണ് വരേണ്ടത്. നമുക്ക് അതായത് 33 ഇൻറ്റു 3 എന്താണ് 100 ആണെങ്കിൽ 333 ഇൻറ്റു 3 എന്തായിരിക്കും, 999 വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യാം, 334 ഇൻറ്റു 3 ചെയ്യാം അല്ലേ. 12 3 9 10 3 9 10 1000 കിട്ടിയിട്ടില്ല. എന്താണ് കിട്ടിയത്, 1002 ആണ് വന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, 3യുടെ മൾട്ടിപ്പിൾ അല്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു നമ്പറായിട്ട് ഇൻറ്റു ചെയ്താൽ ഇത് കിട്ടണം. അതേ നമ്പർ വെച്ചിട്ട് ഇതിനെ ഇൻറ്റു ചെയ്താലേ നമുക്ക് ഇവിടുത്തെ നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോ ആണ്. അപ്പോൾ ഇത് എഴുതി കൊടുക്കാം കേട്ടോ. 1000 ഈസ് നോട്ട് ദ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ടോ. ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ക്ലാസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. താങ്ക്